ഇപ്പോൾ നമ്മളെ ലിവിങ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിച്ചാലും മതി. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ ഷർട്ടിനെ ഈ ഒരു വൈറ്റ് തന്നെ ആക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ അസറ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് സെലക്ട് ഒബ്ജക്റ്റ് ഇൻ ദ സീൻ കൊടുക്കുക. ശേഷം ഈ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റിന്റെ സൈസ് മാറ്റം വരുത്താനുണ്ട്. നമ്മളിപ്പോൾ ഈ വാൾ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ടി വി യൂണിറ്റിന്റെ സൈസിൽ മാറ്റം വരുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഈ ഒരു ലൂവർ പാനൽ എടുത്തിട്ട് ഈ ഒരു എൻഡിലോട്ട് കൊടുന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം ടി വി യൂണിറ്റ് ഇവിടുന്ന് കട്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കൺട്രോൾ എക്സ് അടിച്ച് അതിനെ കട്ട് ചെയ്യുക. ഒരു പുതിയ സ്കെച്ച് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചിട്ട് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഇതിനൊന്ന് സൈസ് ഒന്ന് കൂട്ടി വെക്കുക. ഈ ഒരു ഡ്രോയറിന്റെ സൈസ്, ഷെൽഫിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെന്ററിൽ കുറച്ച് പിന്നെ ഓപ്പൺ ഷെൽഫുകൾ അതല്ലെങ്കിൽ കുറച്ച് ഗ്ലാസ് ഡോർ ഒക്കെ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡോറിന്റെ സൈസ് ഒന്ന് നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 0.4 മാർക്ക് ചെയ്തിട്ട് ഈ എല്ലാ ഡോറും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിനൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കുക. എസ് അടിച്ച് കഴിഞ്ഞാൽ സ്കെയിൽ ടൂൾ കിട്ടും. അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ടി വിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിനൊന്ന് സെന്റർ ആക്കി വെക്കണം. ഇതൊന്ന് സെന്റർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ മൂട്ടർ എടുത്തു കഴിഞ്ഞാൽ മൂട്ടർ എടുത്തിട്ട് ടീം ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ പോയിന്റുകൾ ഇങ്ങനെ കാണാൻ കിട്ടും. ഓരോ കോർണറിൽ വരുമ്പോൾ അതിന്റെ പോയിന്റുകൾ കാണാൻ കിട്ടും. ഇങ്ങനെ സെന്ററിൽ വന്നിട്ട് ഈ റെഡ് ആക്സിസിലോട്ട് ഈ ഡോട്ടർ ലൈൻ റെഡ് കാണിക്കുമ്പോൾ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴും അതിന്റെ ആക്സിസ് മാറൂല. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷെൽഫിൽ വന്നിട്ട് സെന്റർ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെന്റർ ആയിട്ട് നിൽക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ഇതിനൊന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു ഡോറ് കൺട്രോൾ സി അടിച്ചിട്ട് അതിനൊന്ന് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ ഷെൽഫ് കൊടുക്കുക, ഒരു ഗ്ലാസ് ഡോർ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചിട്ട് ഈ ലൈനിനെ കറക്റ്റ് ഇവിടെ കൊടുന്ന് വെക്കുക. ഒരു 0.4 ഇങ്ങോട്ടേക്ക് കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഈ ഒരു പോയിന്റ് കണക്കാക്കി വെക്കുക. ഇങ്ങോട്ടേക്ക് ഒരു 0.4 കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുക്കുക. ഉള്ളിലോട്ട് ഒരു 20 സെന്റിമീറ്റർ ഉള്ളിലോട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡോർ അവിടെ തന്നെ പേസ്റ്റ് പ്ലേസ് ആവും. അതിനൊന്ന് മേക്ക് യൂണീക്ക് അടിക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ നമുക്കൊരു 3 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുക. ഈ സെന്റർ ഭാഗം സെലക്ട് ചെയ്ത് കോപ്പി അടിക്കുക. അങ്ങനെ ബാക്കിലോട്ട് പുഷ് ചെയ്ത് അതിനെ ഡിലീറ്റ് ആയി കളയുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചിട്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗം അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. ഒരു ഓക്കെ, ഇത് നമുക്കൊരു ബ്ലാക്ക് ടിൻഡർ ഗ്ലാസും ഒരു ബ്ലാക്ക് ഫ്രെയിമും കൊടുക്കാം. അപ്പൊ അത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ പോയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു ടിവിന്റെ ബാക്കിൽ ഒരു ഫ്രെയിം അടിച്ചിട്ട് ഒരു പീസ് അടിച്ചിട്ട് അതിന്റെ ബാക്കിൽ ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 130, ഒരു 80 എന്ന് പറഞ്ഞിട്ടൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനൊന്ന് സെന്റർ അലൈൻ ആക്കി വെക്കുന്നുണ്ട്. 130 പോരാ, അപ്പൊ 2 സൈഡിൽക്കും ഓരോ 15 സെന്റിമീറ്റർ വീതം എക്സ്ട്രാ കൊടുക്കുക. ശേഷം ഇതിനെ ടോട്ടലി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുക. അതിനുശേഷം ഈ താഴത്തെ ലൈൻ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് കുറച്ചൊന്ന് ഇറക്കി വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 90 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ടിവിന്റെ ബോട്ടം സൈഡ് ഒരു 90 സെന്റിമീറ്ററിൽ കൊടുക്കാം.
അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ടി വി കണക്ട് ചെയ്യാം. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഒരു 10 സെന്റിമീറ്റർ അതിന് തിക്നെസ് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ടി വിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോക്സിനെ കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്തിട്ട് ടി വി യൂണിറ്റിന്റെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ കൊടുന്ന് പേസ്റ്റ് പ്ലേസ് അടിക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു 3 സെന്റിമീറ്റർ ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ പുഷ് ചെയ്തേക്കാം. നമുക്ക് LED കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സെന്റിമീറ്റർ ബാക്കിലോട്ട് മാറ്റിക്കുക. അതിനുശേഷം ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്യുക. ഇതിനായി അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിന്റെ ബാക്കിൽ ലൈറ്റ് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ലാൻഡ്സ്കേപ്പിന്റെ ഒബ്ജക്റ്റ് എടുക്കുക. റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ ലൈറ്റ് വെച്ചിട്ട് ഇതിന്റെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതിന്റെ കോപ്പി എടുത്ത് ഇവിടെ വെച്ചിട്ട് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. കൺട്രോൾ G അടിക്കുക. സ്കെയിൽ ടൂൾ എടുത്തിട്ട് അതിനെ സ്കെയിൽ കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് അതിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. 0.1 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിന്റെ കോപ്പി എടുത്ത് കറക്റ്റ് അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ആക്കി വെക്കുക. ഇവിടെ വന്നിട്ട് ഇതിന്റെ സ്കെയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിന്റെ കോപ്പി എടുക്കുന്നതിന് മുന്നേ ഈ ഒരു മെറ്റീരിയലിന്റെ കളർ സെലക്ട് ചെയ്യുക. അതിന് അപ്ലൈ ചെയ്യാം. പിന്നെ ആ MC മെറ്റീരിയൽ ശേഷം ഇതിന്റെ കോപ്പി താഴെ വെക്കുക. കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 90 കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വെക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് എക്സ്ട്രാ ലൈറ്റുകൾ ഡിലീറ്റ് ആക്കി ഇതിനെ സ്കെയിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ലൈറ്റ് കൊടുത്തതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഓക്കെ ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ പ്രോജക്റ്റിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു വാൾപേപ്പർ ഇവിടെ ഫുൾ ആയിട്ട് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ആക്ച്വലി ഇത്രത്തോളം ഒന്നും സൈറ്റിൽ വരില്ല. സൈറ്റിൽ നമുക്ക് ആ സെൻറ്റർ ഭാഗം മാത്രം കൊടുത്താൽ മതി. അതായത് കാണുന്ന വിസിബിൾ ആകുന്ന ഭാഗം മാത്രം വാൾപേപ്പർ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അതിന്റെ ബാക്കിലോട്ട് പോകും. ഫ്രണ്ടിലൊക്കെ പാനൽ വരും. കൺട്രോൾ ഷിഫ്റ്റ് V അടിച്ചിട്ട് അതിനവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഈ ഒരു ഫ്രെയിമിന് ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഗ്ലാസ്സിൽ വന്നിട്ട് ഈ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഉള്ളിലുള്ള ഭാഗത്തിന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ സെലക്ട് ചെയ്യുക. നമ്മൾ ഗ്ലാസ്സിന് ടെക്സ്ചർ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ചില കേസിൽ ഇങ്ങനെ വരും. അതായത് ഇപ്പോൾ ടെക്സ്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഉള്ളിലോട്ട് കാണുന്നില്ല. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസിന്റെ ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളിലെ ഗ്ലാസിന്റെ മെറ്റീരിയൽ അല്ല. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഒരു വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും അതിനെ ത്രിബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉള്ളിലെ ഭാഗത്തും ആ ടെക്സ്ചർ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കത് ഇങ്ങനെ വിസിബിൾ ആയിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോ ഇതിനെ ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി എഡിറ്റിൽ വരിക, യൂസ് ടെക്സ്ചർ എന്നുള്ള ഓഫ് ചെയ്തിട്ട് ഇതിനെ ബ്ലാക്ക് ആയി കൊടുക്കുക. അതിന്റെ ഒപ്പാസിറ്റി നമുക്കൊന്ന് കുറച്ച് വെക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് അതവിടെ കൊടുക്കുന്നത്. ഇനിയിപ്പോ ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാൾപേപ്പർ ഇവിടെ ശരിക്കും ആവശ്യമില്ല, പക്ഷെ നമ്മൾ ടെക്സ്ചർ കൊടുത്തപ്പോൾ അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുൾ അങ്ങോട്ട് കൊടുത്തു എന്നുള്ളൂ. ഈ ഒരു ഭാഗത്ത് വരുന്ന സ്കേർട്ടിങ്ങിനെ നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെങ്ങോട്ടേക്ക് കട്ട് ചെയ്യാം. ശേഷം ഒന്ന് നോക്കിയാൽ അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ലിവിങ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു വാളിനൊരു ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്താം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്ചർ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് മുന്നേ നമുക്ക് വാളൊന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇവിടെ ലൈൻ ഇട്ട് കൊടുക്കുക.
ഇവിടെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വാളിൽ ഒരു കളറ് അപ്ലൈ ചെയ്യുക. നമുക്ക് അവിടെ സിമെന്റിന്റെ ടെക്സ്ചർ കൊടുക്കാം. അതിനുവേണ്ടി എഡിറ്റിൽ വരിക, യൂസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ടെക്സ്ചർ കാര്യങ്ങളൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ടെക്സ്ചർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിമേ പിന്നെ നമുക്ക് ഈ ഒരു വാളിൽ വെയിൻസ്കോട്ട് അടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഡീക്കോറേറ്റും ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക, ഈ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വാളിനൊന്ന് ഹൈസൊലേറ്റ് ചെയ്യുക. തൽക്കാലം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് മുകളിലോട്ട് ഒരു 80 സെന്റിമീറ്റർ കയറ്റി വെക്കുക. ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് ഒരു 30 ഇറക്കി വെക്കുക. അതായത് സീലിങ്ങിന്റെ ഒക്കെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിനൊരു എഫ് അടിച്ച് ഫോളോമീറ്റർ എടുത്തിട്ട് ഒരു 15 സെന്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുക്കുക. അതായത് 3 സൈഡിലും 15 സെന്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുക്കുക. ഇതിന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. പുറത്ത് വരുന്ന ഭാഗം ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് നമുക്കിതിനെ ഒരു 3 പീസാക്കി മാറ്റാം. അതിനുശേഷം ഈ ഒരു ലൈന് ഈ രണ്ടിനും നമുക്ക് പിന്നെ രണ്ടിന്റെ സെന്ററിൽ കറക്റ്റ് 15 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 7.5 മൂവ് ചെയ്ത് കോപ്പി എടുത്ത് വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 15 കോപ്പി എടുത്ത് വെക്കുക. അതിനുശേഷം സെന്ററിൽ വരുന്ന ഭാഗം ഒന്ന് ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നെ ഈ സെൻട്രൽ ലൈൻ ഡിലീറ്റ് ആയി കളയുക. അതായത് ഈ സെൻട്രലിലുള്ള ഫേസ് ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഇവിടുന്ന് ലൈൻ ടൂൾ എടുക്കുക. ഇങ്ങോട്ടേക്ക് ഒരു ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഒരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി ശേഷം ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ഒരു 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു 2 സെന്റിമീറ്റർ, അതായത് ആ ഒരു പ്രൊഫൈല് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആർക്ക് ടൂൾ എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ മാർക്ക്. അതല്ലെങ്കിൽ ഇവിടെ സെൻറ്ററിൽ വരിക, സെൻറ്ററിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് എക്സ്ട്രാ എന്നുള്ള പീസ് ഒന്ന് ഡിലീറ്റ് ആയി കളയുക. അതിനുശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രൊഫൈൽ മാത്രം അൺസെലക്ട് ചെയ്തിട്ട് ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഫോളോ മീ ടൂൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആവും. അതിനുശേഷം അതിനൊന്ന് പിന്നെ മേക്ക് എ കോമ്പോണന്റ് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ച് ബൈ 2 അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ 3 കോപ്പി കിട്ടും, 2 കോപ്പി കിട്ടും. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ഫേസ് കാര്യങ്ങളൊന്ന് ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒരു ഏകദേശം ഒരു ഇയർ ലെവലിൽ തന്നെ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട്, അതായത് മുകൾ ഭാഗം സെലക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. നമുക്ക് ഈ ഒരു വാളും ഈ ഒരു റെയിൻകോട്ട് മാത്രം ഒന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കോപ്പി എടുക്കാം. അതിന്റെ ഒരു കോപ്പി ഇവിടെ വെച്ചിട്ട് ഒരു 15 സെന്റിമീറ്റർ ഗ്യാപ്പ് കൊടുക്കുക, ഒരു 15 സെന്റിമീറ്റർ മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനൊന്ന് മേക്ക് എ യൂണീക്ക് അടിക്കണം. മേക്ക് എ യൂണീക്ക് അടിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിനിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂവിൽ വന്നിട്ട് ഹിഡൻ ജോമെട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഇതല്ലാതെ കൂടി സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ മുകളിൽ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ട് ഒരു 15 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് അതിനെ മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുക.
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതവിടെ വരച്ചിട്ടുള്ളത്. ഇനി ഈ ഇഡൻ ജോമെട്രി ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഒരു കളർ എടുത്തിട്ട് ഇപ്പൊ തന്നെ അതിനെ അപ്ലൈ ചെയ്യാം. ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കളയാം. ഇനി നമുക്ക് ഇവിടെ 2 ഫോട്ടോ ഫ്രെയിം ആഡ് ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും നമുക്ക് ലൈറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ഫോട്ടോ ഫ്രെയിം കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതിനൊന്ന് സ്കെയിലും പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഓക്കെ, ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ 2 സൈഡിൽ നിന്നും ഓരോ ലൈറ്റ് കൊടുക്കാം. അതിനുവേണ്ടി ലൈറ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക. ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു കോപ്പി ഇപ്പുറത്തോട്ട് വെക്കുക. അപ്പൊ അതിനുവേണ്ടി കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് കട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം അതിനൊന്ന് മിറർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ മോഡലിംഗിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ലൂവർ പാനലിനെ ഒന്ന് പിന്നെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു പിന്നെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ടെക്സ്ചറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വർക്ക് ചെയ്യല്. ടെക്സ്ചർ അപ്ലൈ ചെയ്തിട്ട് ക്ലയന്റ് ഓക്കെ പറഞ്ഞാൽ മാത്രമേ പിന്നെ അതിന് നമ്മൾ വർക്ക് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന പാനലുകളുടെ ടെക്സ്ചറാണ് ഞാൻ എപ്പോഴും കൊടുക്കാറ്. അതല്ലെങ്കിൽ ചിലപ്പം നമുക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊക്കെ പാനൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ മാക്സിമം നാട്ടിൽ കിട്ടുന്ന കമ്പനികളുടെ പാനൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അപ്പോൾ അത് ഞാൻ ആദ്യം ടെക്സ്ചർ ഇട്ട് ക്ലയന്റ് ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ ബാക്കി വർക്ക് ചെയ്യലുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഇതിന്റെ പിന്നെ ടെക്സ്ചറിങ്ങും ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ടി വി യൂണിറ്റ് സെലക്ട് ചെയ്യുക. ടി വി യൂണിറ്റിനെ കട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ വേറെ പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യാറ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടി വി യൂണിറ്റിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് പ്രോജക്റ്റ് ഉണ്ട്. അതിൽ വന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ച് അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ലൂവർ പാനൽ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ലൈനിനെ ഇവിടുന്ന് എടുക്കുക, നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. സോറി, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതിന്റെ ലൈൻ എടുത്ത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ, ഇതിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ കോപ്പി എടുത്ത് ഇവിടെ വെക്കുക. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ കോപ്പി എടുത്ത് ഇവിടെ വെക്കുക. അതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ആക്കി വെക്കുക. ഇതിന്റെ സൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാനിപ്പോ അതൊന്നും തൽക്കാലം വലിയ ഇമ്പോർട്ടന്റ് കൊടുത്ത് ചെയ്യുന്നില്ല. ഓക്കെ, ഓക്കെ. അതിനുശേഷം ഈ ടെക്സ്ചറിങ് ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെക്ടാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ടെക്സ്ചർ എടുക്കുക. അതിനെ നമുക്ക് ഈ ഒരു ഷെയ്ഡായി കൊടുക്കുക. അതുപോലെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പീസിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ഈ ഒരു സൈസ് ഒന്ന് കുറക്കണം എന്നുണ്ടെങ്കിലേ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് സ്കെയിൽ ചെയ്യുക. ഈ ഒരു രീതിയിലൊന്ന് സ്കെയിൽ ചെയ്തിട്ട് ഇതിനെ മേക്ക് എ കോമ്പോണന്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിനെ നമുക്കൊന്ന് ഡിലീറ്റ് ആയി കളയാം. അതിനുശേഷം ഇതിനെ
അലൈൻമെന്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ വെക്കുക. ഇങ്ങോട്ടേക്ക് വെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. വേണ്ടി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കട്ടിങ് കൊടുക്കുക. ഈ സൈഡിൽ വരുന്ന ടെക്സ്ചറും കൂടി ഒന്ന് സെറ്റാക്കി വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ വെക്കുക. മേക്ക് യൂണീക്ക് അടിച്ചിട്ട് ഈ ഒരു ഭാഗം ഡിലീറ്റ് ആയി കളയുക. ഇവിടെ കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോവർ പാനൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളെ പ്രോജക്റ്റിലോട്ട് വരിക. Ctrl+Shift+V അടിച്ച് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഈ ഒരു പിന്നെ കർട്ടൻ്റെ ഈ ഒരു ഫ്രെയിമിൻ്റെ ടെക്സ്ചറും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി ആ ടെക്സ്ചർ സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനൊന്ന് സെറ്റാക്കി വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഡീക്കോർ ഐറ്റംസുകൾ ഇവിടെ ഒന്ന് സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ടീമിനെ ഈ സോഫന്റെ സെന്റർ ആക്കിയിട്ടൊക്കെ ഡിസൈൻ ചെയ്യട്ടെ. ഞാൻ ഇപ്പോൾ തൽക്കാലം എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് എന്തൊരു ഡീക്കോർ ഐറ്റം ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് പിന്നെ ഫുള്ള് ലെയർ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. കാരണം ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അവിടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കട്ടെ. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുകളിലെ സീലിംഗ് അതല്ലെങ്കിൽ എവിടെയാണ് എന്തൊക്കെയാണ് വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ഹാൻഡ് റെയിൽ വരയ്ക്കണം. അത് റെൻഡർ എടുക്കുന്നതിന് മുന്നേ അതിന് വേണ്ടി നമുക്ക് ഹാൻഡ് റെയിൽ കാര്യങ്ങളൊന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ചോദിക്കുക. അതല്ലെങ്കിൽ പിന്നെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക. അത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക.